ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടൻസ് വളരെ കുറവാണ് ചെയ്യുന്നത്, അതിൻ്റെ കാരണത്തിലേക്കൊക്കെ വരാം. പക്ഷേ ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമൊന്നുമല്ല. എഗെയിൻ ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രാഞ്ചോ എന്ന് പറഞ്ഞ അർജൻറ്റൈൻ താരം ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നു എന്ന് പറയുന്നൊരു കാര്യമാണ്. ശരിയാണ്, അൺസർട്ടനിറ്റിയാണ്, അൺഅവൈലബിലിറ്റിയാണ്, സസ്റ്റൈനബിലിറ്റിയാണ്, ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഇതൊക്കെ ഭയങ്കര ക്ലീശയായി മാറിയിരിക്കുന്നു എനിക്കിപ്പോൾ പറയുമ്പം. പക്ഷേ ഈ അൺസർട്ടനിറ്റി അനുഭവിക്കുന്ന FC ഗോവയിലേക്ക് ഈ ഒരു താരം പോകുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു ISL ക്ലബിലേക്ക് തന്നെ താരം പോകുന്നു എന്ന് പറയുന്നതാണ് പറയേണ്ടത്. എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല, FC ഗോവയ്ക്കൊന്നും ഈ ഒരു അൺസർട്ടനിറ്റി ഇല്ലേ എന്നുള്ളത്. FC ഗോവ തങ്ങളുടെ ആദ്യത്തെ വിദേശ സൈനിങ് പൂർത്തീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. അതുപോലെ തന്നെ FC ഗോവ മറ്റ് ചില സൈനിങ്സ് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കേൾക്കുന്നൊരു വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് വെച്ചിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. നല്ല ഫ്രഷ് തീരുമാനം. പിന്നെ ബ്ലാസ്റ്റേഴ്സ് ഏതാണ്ട് ക്ലബ്ബ് വിൽക്കാൻ പോകുന്നു, അതായത് പുതിയ ഓണേഴ്സ് വരാൻ പോകുന്നു, ഇൻവെസ്റ്റേഴ്സ് വരാൻ പോകുന്നു എന്ന് പറയുന്ന വാർത്തകളുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനെ തേടുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സോ ആ ഒരു കാര്യത്തിലേക്ക് എത്തട്ടെ, അതൊക്കെ തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത്. എനിക്കിവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇപ്പം ഫ്രാഞ്ചോ പോകുന്നു, ഓക്കെ, അൺസർട്ടനിറ്റി സിറ്റുവേഷനൊക്കെ ഉള്ളതുകൊണ്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് പോകുന്നു, നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ മറ്റൊരു ISL ക്ലബ്ബിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം ലാസ്റ്റ് സീസണിൽ ആരാധകരെല്ലാവരും പ്രതിഷേധിച്ചിട്ടുള്ള ആരാധകരെല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഈ തോൽവിയോ മറ്റോ മറിച്ചതോ ഒന്നുമല്ല. ഇതാണ് ഇപ്പം കഴിഞ്ഞ സീസണിൽ എങ്ങനെ തുടങ്ങിയോ അപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രതിഷേധങ്ങളൊക്കെ അറിയിച്ചതാണ്. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് റെലഗേഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കോച്ചിനെ മാറ്റുന്നു, ചില സൈനിങ്സ് കൊണ്ടുവരുന്നു, പിന്നെ കണ്ടതൊക്കെ അറിയാം. അപ്പോൾ എല്ലാവരും പ്രതിഷേധിച്ച ആരാധകർ മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. ചില ആളുകളൊക്കെ വന്ന് പിന്നെ ഷോ ഒക്കെ ഇറക്കി, അവരൊക്കെ ഇപ്പം പുതിയ മേച്ചിൽ പുറങ്ങളൊക്കെ തേടി പോയിട്ടുണ്ട്. നമ്മളെപ്പോഴും ആഗ്രഹിച്ചിരുന്നത് മുന്നോട്ട് ഈ പറയുന്നത് പോലെ വല്ലപ്പോഴും കിട്ടുന്ന ചില എച്ചിൽ കഷണങ്ങൾ മാത്രമല്ല, മുന്നോട്ട് സ്റ്റേബിളായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറയുന്നൊരു ഫാക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. എനിവേ അത് തന്നെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇനിയിപ്പം ആരൊക്കെയാണ് ഇപ്പോൾ താങ്ക് യു പോസ്റ്റിന് കോച്ചിൻ്റെ കാര്യത്തിൽ വരുമോ, മറ്റേതൊക്കെ പ്ലേയേഴ്സാണ് പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ കണ്ടറിയണം. അടുത്ത വർഷം റിസർവിന് വെച്ചാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്ന് പറയുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫ്രാഞ്ചോയിലേക്ക് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് സീസണിൽ എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ തന്നെയായിരുന്നു KBFCയിൽ. 6 മാച്ച് കളിച്ചോളെങ്കിൽ 2 ഗോൾ 2 അസിസ്റ്റ്, ഒരു അറ്റാക്ക് മിഡ്ഫീൽഡറായിട്ടും വിങ്ങറായിട്ടും അല്ലെ ഫോർവേഡായിട്ടും ഒക്കെ മികച്ച രീതിയിൽ പെർഫോമൻസ് നടത്തിയിരുന്നു ഈ ഒരു അർജൻറ്റീൻ താരം. അർജൻറ്റീനക്കാരനാണെങ്കിലും അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ ഒരു അക്കാഡമി പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് അടക്കമുള്ള പല സ്പാനിഷ് ക്ലബ്ബുകളിലും കളിച്ചിട്ടുണ്ട്. കൂടുതലും സെഗുണ്ടയിലാണ് കളിച്ചത്. സ്പാനിഷ് തേർഡ് ടയർ കളിച്ചിട്ടുണ്ട്, സൈപ്രസ് ലീഗിൽ കളിച്ചിട്ടുണ്ട്, ഹംഗറി ലീഗിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസൊക്കെ ആയിട്ടാണ് വന്നത്. ഇവിടെ നല്ലൊരു പെർഫോമൻസ് അദ്ദേഹത്തിന് നടത്താനായിട്ട് സാധിച്ചിരുന്നു. എനിവേ അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകുന്നു എന്ന് തന്നെ അപ്പുറത്തേക്ക് മറ്റൊരു ISL ക്ലബ്ബിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഈസ്റ്റ് ബംഗാളിലേക്ക് ഡാനിഷ് ഫറൂഖ് പോകുന്നൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാനിഷ് ഫറൂഖിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ക്വാഡ് പ്ലെയറായിട്ട് നിർത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിന് പറ്റാത്ത ചില പൊസിഷൻസിൽ ഇങ്ങനെ കളിപ്പിച്ച് അത് നമ്മുടെ സ്ക്വാഡിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ആ താരത്തെ കളിപ്പിച്ച് ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങളുള്ളത്. എനിവേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ വളരെ കുറച്ചാണ് ചെയ്യാറുള്ളത്. ഇപ്പം സാധാരണ ഗതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പ്രതീക്ഷകളോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ അത് ചെയ്യാതിരുന്നതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന കാര്യമുണ്ട്. പിന്നെ നമ്മൾ ഈ ഇഷ്ടപ്പെട്ടൊരു ക്ലബിനെ പറ്റി സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് കിട്ടുന്നൊരു ഈ സന്തോഷവും കാര്യങ്ങളുമൊക്കെ വേണ്ടിയാണ്. പക്ഷേ സംസാരിക്കാനിരുന്നു കഴിഞ്ഞാൽ ഉള്ള മൂഡ് കൂടി കളയുന്ന തരത്തിലാണല്ലോ ഇവന്മാരുടെയൊക്കെ ബിഹേവിയർ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ടീംസ് പോകുമെന്ന് പറയുന്നൊരു വാർത്ത വന്നതാണ് ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ അണിയറയിൽ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പോയി കഴിഞ്ഞിട്ട് ഒരു നല്ല നാളെ അത് ഇന്ത്യൻ ഫുട്ബോളിനും കേരള ബ്ലാസ്റ്റേഴ്സിനും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം. ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് മിഷൻ സൈനിങ് ഓഫ്.